നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ പോളണ്ടിലാണ്. പോളണ്ടിലെ ചെമ്മരിയാടാണ് കേട്ടോ. നമുക്ക് ആ വീഡിയോസ് ഒന്ന് കാണാം. ചെമ്മരിയാടിയാണ്, കുട്ടികളാണ് കേട്ടോ. ജസ്റ്റ് കണ്ടോളാം. വിഷു വന്നല്ലോ വിഷു. ഇതിൻ്റെ ഈ ചെമ്മരിയാടിൻ്റെ രോമമാണ് നമ്മൾ ഇതേപോലെ തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്നത്, കോട്ടൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. കാണാൻ എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുകയാണ്. കുറേ ചെമ്മരിയാടുണ്ട് കേട്ടോ. പാഞ്ഞു വരുന്നുണ്ട്, ഒരെണ്ണം കുത്താനാണ് കേട്ടോ. അവൻ നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. തീർച്ചയായും അവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. വേറെ കുഴപ്പമൊന്നുമില്ല. നൈസായിട്ട് കൂളായിട്ട് ഇരിക്കുക, ഒന്നും ചേരുന്നുണ്ട. വിഷ്ണുവിന് ഒരു നോട്ടമുണ്ട്. അപ്പം പായത്തിന് രക്ഷപ്പെട്ട്. നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഡൊലീന ചാർലോട്ട് ഹോട്ടലാണ് കേട്ടോ. ആ തൊട്ടടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഒന്നാന്തരം ചെമ്മരിയാടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്ന് ചെറുതായിട്ടൊന്ന് പകർത്താമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോട്ടലെന്ന് പറഞ്ഞാൽ ഒരു 5000-ഓളം ഏക്കർ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഹോട്ടലാണ് ഡൊലീന ചാർലോട്ട്. അപ്പോൾ താമസിക്കുന്നൊരു സ്ഥലമാണ് ഞാൻ എൻ്റെ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. അപ്പോൾ ചെമ്മരിയാടിൻ്റെ ഫോട്ടോ ഒന്ന് കറക്റ്റ് ആവുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ കണ്ടിരിക്കാതെ നമ്മൾ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോസ് കാണുക, തുടർന്ന് അങ്ങോട്ട് കാണുക കേട്ടോ. തീർച്ചയായും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പം പോളണ്ടിലെ വിശേഷങ്ങളും പോളണ്ടിലെ വീഡിയോസ് എല്ലാം തന്നെ നമുക്കിനകത്ത് കാണാം. സീസൺ സമയം വരികയാണ് കേട്ടോ. അന്ന് ഈ പറഞ്ഞതുപോലെ മഞ്ഞ് കാലം മാറി ഇപ്പോൾ ഏകദേശം വേനൽക്കാലത്തിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് പേര് ഇനി ആൾക്കാരിവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ പറഞ്ഞല്ലോ സൂ നമുക്കുണ്ട്. നേരത്തെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സൂവിനെ കുറിച്ചുള്ള വീഡിയോ ഞാനിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മൃഗങ്ങളുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുതിരകൾ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൂവിലെ മൃഗങ്ങളെയൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ ചാനലിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോയി കാണണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ജോലി സംബന്ധമായിട്ട് പോളണ്ടിൽ വരുന്നവരും എൻ്റെ വീഡിയോസ് കാണുക. നിങ്ങൾക്കുള്ള റിപ്പോർട്ടുകൾ ഇതിനകത്ത് കാണും കേട്ടോ.